ഇന്നലെ തന്നെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരായി സംസാരിച്ചു. അവരാരും ഇതറിയില്ല. കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, സുരേഷ് ഗോപി. ആ ബഹുമാനായ സുരേഷ് ഗോപിന് കൃത്യമായിട്ട് അദ്ദേഹമാണ് ഇതിന് ഉത്തരം പറഞ്ഞത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ ഭാഗമായ മംഗലാപുരം വെട്ടിമുറിക്കപ്പെട്ട് മൈസൂർ ഡിവിഷനോട് ചേർത്ത് ശരിയാണോ തെറ്റാണോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. പിന്നെ കേരളത്തിലെ BJP ലീഡർഷിപ്പ് ഒന്നും പറയുന്നില്ല. BJP ലീഡർഷിപ്പും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇത് മംഗലാപുരം മേഖല വേർപെടുത്തിയ നടപടിക്കെതിരെ വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയോട് പറയാറുള്ളത്. അല്ല, വേറെ മാർഗമില്ല. കാരണം പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ ഇന്നത്തെ സ്ഥിതി അതിൻ്റെ റെലവൻസ് നഷ്ടപ്പെടുത്തി വരികയാണ്. കാരണം നേരത്തെ ഇതുപോലെ തന്നെ സേലം ഡിവിഷൻ ഉണ്ടാക്കി കോയമ്പത്തൂർ മുതൽ അങ്ങോട്ട് എനിക്കൊന്ന് 500 ചില്ലാനം കിലോമീറ്റർ ദൂരമാണ് അന്ന് ഒഴിവാക്കപ്പെട്ടത്. ഇതിപ്പോൾ 43 കിലോമീറ്ററാണ്. മംഗലാപുരത്ത് മാത്രമല്ല, ഈ പാലക്കാട് ഡിവിഷൻ്റെ ഏറ്റവും വരുമാന സ്രോതസ് മംഗലാപുരമാണ്. ഒരു വർഷം 1000-1200 കോടിയുടെ വരുമാനമുള്ള ഒരു മേഖലയാണ്. അത് മൈസൂർ ചേർക്കുന്നതോടുകൂടി ഇതിൻ്റെ ഒരു റെലവൻസ് നാളെ ചോദ്യം ചെയ്യപ്പെടും. കാരണം സാമ്പത്തിക വരുമാനം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ വേണമെങ്കിൽ ഇതേ റെയിൽവേ ബോർഡിന് വേണമെങ്കിൽ ഈ ഒരു ഡിവിഷൻ വേണമെങ്കിൽ എടുത്ത് കളയാൻ വരെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതേ ഒരു വാദം ഇവിടെ കന്യാകുമാരിയിൽ ഉയർന്നു വരുന്നുണ്ട്. കന്യാകുമാരിക്കാർ പറയുന്നത് ഞങ്ങൾക്ക് മധുര ഡിവിഷനോട് ചേർക്കണമെന്നാണ്. മനസ്സിലാക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ് കന്യാകുമാരി. അപ്പോൾ ഇതൊക്കെ നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് വലിയ തിരിച്ചടിയിരിക്കുന്ന സംശയം വേണ്ട. അത് നേരത്തെ ശ്രമമുണ്ടായി. ആ ശ്രമം ഞങ്ങൾ MP മാർ അറിഞ്ഞു, അതിന് ശക്തമായി എതിർത്തു. അതോടുകൂടി പുറകോട്ട് പോയി. എന്തിന് നമ്മുടെ ഈ യശ്വന്തപുരം കണ്ണൂർ എക്സ്പ്രസ് ട്രെയിന് അത് വളരെ നേരത്തെ തീരുമാനിച്ച എക്സ്റ്റൻഷൻ കോഴിക്കോടേക്ക് തീരുമാനമായതാണ്. ഞാൻ ഇവരെല്ലാം കണ്ട് തീരുമാനമായി ടൈമിംഗ് വരെ അനൗൺസ് ചെയ്തു. പക്ഷേ മംഗലാപുരത്തെ അന്നത്തെ MP നളിൻഘട്ടിൽ പോയി പരാതി എഴുതി കൊടുത്തു മന്ത്രിക്ക്. കാരണം BJP ആണ് ഡൽഹി ഭരിക്കുന്നത്, BJPയുടെ അംഗമാണ് നളിൻഘട്ടിൽ. അതിൻ്റെ പരമായിട്ട് ആ തീരുമാനം മരവിപ്പിച്ചു. പിന്നെ വീണ്ടും എൻ്റെ പിറകെ നടന്നിട്ടാണ് ആ എക്സ്റ്റൻഷൻ ഇങ്ങോട്ട് യാഥാർത്ഥ്യമാക്കിയത്. അപ്പോൾ വളരെ ഇതൊരു പ്രാദേശിക വാദം ഉയർത്തുന്ന രീതിയിൽ വന്നു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ കേരളത്തിൽ BJP സ്വീകരിക്കുന്ന നിലപാടും ഒരു കേരള വിരുദ്ധ നിലപാടായി തോന്നുന്നില്ല. കാരണം അതിനെ ന്യായീകരിക്കുക ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇന്നലെ തന്നെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരായി സംസാരിച്ചു. അവരാരും ഇതറിയില്ല. ഒരാരും അറിയില്ല. GM പറഞ്ഞു ഞാനൊന്നും അറിയില്ല. ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, സുരേഷ് ഗോപി. ആ ബഹുമാനായ സുരേഷ് ഗോപിന് കൃത്യമായിട്ട് അദ്ദേഹമാണ് ഇതിന് ഉത്തരം പറഞ്ഞത്. ഇത് ശരിയാണോ തെറ്റാണോ? ഈ പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ ഭാഗമായ മംഗലാപുരം വെട്ടിമുറിക്കപ്പെട്ട് മൈസൂർ ഡിവിഷനോട് ചേർത്ത് ശരിയാണോ തെറ്റാണോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. പിന്നെ കേരളത്തിലെ BJP ലീഡർഷിപ്പ് ഒന്നും പറയുന്നില്ല. കൃഷ്ണദാസ് പറഞ്ഞത് വ്യാജ പ്രചരണം മാത്രമാണ്, അത്തരത്തിൽ വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. എന്താ രാഷ്ട്രീയം എന്നറിയോ? അടുത്ത വർഷം കർണാടക ഗവൺമെൻറ് അസംബ്ലി ഇലക്ഷനാണ്. അവിടുത്തെ ഇപ്പോഴത്തെ റെയിൽവേ സഹമന്ത്രി സോമണ്ണയാണ് അവരുടെ ലീഡ് ചെയ്യുന്ന BJP ലീഡർ അവിടെ ഈ ഇലക്ഷന്. അപ്പോൾ ഈ മൈസൂർ അതുപോലെ മംഗലാപുരം ഏരിയയിൽ അവിടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് അവർക്ക് കൂടുതൽ MLA ഉണ്ടാക്കാൻ ഇത് സഹായകരമായി മാറും എന്നൊരു കാര്യം വെച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. സത്യം ഇതിൻ്റെ പുറകിൽ സോമണ്യാണ്. നമ്മുടെ റെയിൽവേ മന്ത്രിയെ കാണുമോ? അശ്വിനി വൈഷ്ണവ സംശയം എന്താ? ഞങ്ങൾ കേരളത്തിലെ എല്ലാ MP മാരും ഒരുമിച്ച് പോയി കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം മന്ത്രിയെയും കാണണം, ബോർഡ് ചെയർമാനെയും കാണണം, ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. കാരണം ബോധ്യപ്പെടാത്ത കാര്യങ്ങളൊന്നുമല്ല, ഇത് രാഷ്ട്രീയമാണ്. ഇപ്പോൾ എയിംസ് എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല? അതൊരു രാഷ്ട്രീയ തീരുമാനമില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഒരു മാസം മുമ്പ് ആരോഗ്യമന്ത്രി നദ്ദാജി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടില്ല, ഞങ്ങളെല്ലാം പങ്കെടുത്തു. ഞങ്ങൾ ഈ ഇഷ്യൂ റേസ് ചെയ്തു. അതിൽ കൃത്യമായിട്ട് ഉത്തരമില്ല. അത് വരും എന്നല്ലാതെ എന്ന് വരും എപ്പോൾ വരും എന്ന് പറയുന്നില്ല.
അപ്പോൾ ഇതൊക്കെ പക്ക രാഷ്ട്രീയമാണ്. കാരണം അതൊരു BJP രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാട് മാത്രമാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ പെട്ടെന്ന് MPമാർ ഇതിനെ മുൻകൈ എടുത്ത് നാളെ ഈ തിരുവോണ ദിവസം തന്നെ ഈ ഉപവാസം രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെ ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചത്. കാരണം ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, കേരളത്തിന് വേണ്ടിയാണ്. കാരണം ഇതിൽ BJP എന്തുകൊണ്ട് നിലപാടെടുക്കുന്നില്ല എന്നുള്ളതും വലിയ ചോദ്യമാണ്. അതിന് BJP ഉത്തരം പറഞ്ഞേ പറ്റൂ. BJP ഈ നടപടിയോട് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ? അവർ രാഷ്ട്രീയ പാർട്ടി നിൽക്ക് അവരുടെ ലീഡർഷിപ്പ് പറയേണ്ടതാണ്. അപ്പോൾ കേരളത്തിലെ മന്ത്രി തന്നെയാണ് എന്ത് പറയുമെന്ന് അറിയാൻ താല്പര്യമുണ്ട്. സുരേഷ് ഗോപിയും പറയേണ്ടതാണ്. അദ്ദേഹം ഒന്നും പറയുന്നില്ല. എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ള കാര്യം മറ്റൊന്നുമല്ല. BJP ലീഡർഷിപ്പും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇത് മംഗലാപുരം മേഖല വേർപെടുത്തിയ നടപടിക്കെതിരെ വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയോട് പറയാനുള്ളത്. ഇവിടെ വേറൊരു കാര്യം, ഇപ്പോൾ കോഴിക്കോട് ബേപ്പൂരുമായി ബന്ധപ്പെട്ടൊരു വിഷയം വരുന്നുണ്ട്. ബേപ്പൂരിലെ പരാജയത്തിൻ്റെ കാരണം സ്ഥാനാർത്ഥിത്വമാണ്. ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയൊക്കെ ചിഹ്നങ്ങളിൽ മത്സരിച്ചിരുന്നെങ്കിൽ ജയിച്ചേനെന്ന് പ്രവീൺകുമാർ പറയുന്നു. മുല്ലപ്പള്ളിയും സമാനമായി സ്ഥാനാർത്ഥി മാറിയിരുന്നെങ്കിൽ ജയിച്ചതെന്ന് പറയുന്നു. എന്തെങ്കിലും പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഒരു അന്വേഷണ കമ്മീഷനൊന്നും വെച്ചിട്ട് പോലില്ലെന്ന് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണത് ആ നിഗമനം? എനിക്കതറിയില്ല. അതത് പരിശോധിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കൂ. താങ്കൾക്ക് ബേപ്പൂരിൽ വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ഈ കോഴിക്കോട് മത്സരിക്കുമ്പോൾ. അപ്പോൾ ബേപ്പൂർ ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ്. അവിടെ എന്ത് പാളിപ്പോയി എന്നുള്ളതിനെക്കുറിച്ചൊരു പഠനം നടത്തണം. പഠിച്ചാൽ അത് എന്തുകൊണ്ടാണ് അത് നമ്മൾ ഈ തോൽവിക്ക് ശേഷം നമ്മൾ ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം പഠിച്ചതിന് ശേഷം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പരിശോധിച്ച് കാര്യങ്ങൾ പഠിച്ച് അങ്ങനെ റിപ്പോർട്ട് വന്നാൽ എനിക്കറിയില്ല. അങ്ങനെ റിപ്പോർട്ട് വന്നാൽ DCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു പഠിക്കുമെന്ന്. പക്ഷേ ഇതുവരെ ഒരു പഠനം വന്നിട്ടില്ല. പക്ഷേ അതേ DCC പ്രസിഡന്റ് പഠിക്കാതെ ഒരു കാര്യം പറയുകയാണ്. ശരി, അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എന്താണ് അതിൻ്റെ ശരിക്കുള്ള കാരണം, എവിടെയാണ് അതിൻ്റെ പാളിച്ച, എവിടെ പാളിപ്പോയി. നമുക്ക് പറയണമെങ്കിൽ കൃത്യമായി അത് വിലയിരുത്തണം. ചിഹ്നമില്ലെങ്കിൽ, ചിഹ്നമുണ്ടായിരുന്നെങ്കിൽ ജയിച്ചേനെന്ന് പറഞ്ഞാൽ തളിപ്പറമ്പിൽ പയ്യന്നൂരിലൊക്കെ ചിഹ്നമില്ലാതെ ജയിച്ചു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. അന്വേഷിക്കേണ്ട വിഷയമാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഇത് നിർബന്ധമായും ഇതിനൊരു അന്വേഷണ സമിതിയെ വെച്ച് കൃത്യമായി അന്വേഷിക്കണം. എവിടെയാണ് പാളിച്ച വന്നത്, ഇതിൻ്റെ ഉത്തരവാദികൾ ആരൊക്കെയാണ്, അതൊക്കെ കൃത്യമായി കണ്ടെത്തേണ്ട വിഷയമാണ്. അത് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു ലാഘവമായി കാണേണ്ട വിഷയമല്ല. നാട്ടുകാര എന്ന് പറഞ്ഞാൽ UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. അവിടെയൊക്കെയാണ് വോട്ട് കുറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയം നിർബന്ധമായും ഒരു അന്വേഷണ സമിതിയെ വെച്ച് പഠിക്കണം. എവിടെയാണ് പാളിച്ച വന്നത്, എന്താണ് അതിൻ്റെ കാരണം, അതിനങ്ങനെ വല്ല പാളിച്ചയുടെ കാരണമുണ്ടോ, സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ, അല്ല അതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും പങ്കുണ്ടോ, ഒക്കെ കൃത്യമായി അന്വേഷിക്കേണ്ട വിഷയമാണ്. ഒരു മോശം സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നുണ്ട്. സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥി, ഒരിക്കലും നമുക്ക് മോശം പറയാൻ കഴിയില്ല. മികച്ച സ്ഥാനാർത്ഥിയാണ്, നമുക്കൊരിക്കലും മോശം പറയാൻ കഴിയില്ല. മികച്ച സ്ഥാനാർത്ഥിയാണ്. അത് 2 തവണ MLA ആളാണ്. ഇവിടുത്തെ നിലമ്പൂർ പോലുള്ള മണ്ഡലത്തിൽ അദ്ദേഹം 2 തവണ ജയിച്ച ആളാണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചും നമുക്കൊന്നും പറയാൻ കഴിയില്ല. സ്ഥാനാർത്ഥിയിൽ മികച്ച സ്ഥാനാർത്ഥിയാണ്, കഴിവുള്ള സ്ഥാനാർത്ഥിയാണ്, പ്രാപ്തനാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. തോൽവിയുടെ കാരണമാണ് പഠിക്കേണ്ടത്. തോൽവി എന്തുകൊണ്ടുണ്ടായി, എവിടെയാണ് തോൽക്കാൻ, ഏതെല്ലാം ബൂത്തുകളിലാണ് പുറകോട്ട് പോയത്, ആ ബൂത്തുകൾ എങ്ങനെയായിരുന്നു നേരത്തെ, ആരുടെ സ്വാധീന കേന്ദ്രമാണ്, LDFനാണ് ഭൂരിപക്ഷം, UDFനാണ് ഭൂരിപക്ഷം, അതൊക്കെ പഠിക്കേണ്ട വിഷയമാണ്. അത് പഠിച്ചു വേണം കൃത്യമായി ഒരു നിഗമനത്തിലെത്താൻ. അതാണ് ചെയ്യേണ്ടത്.